നമസ്കാരം. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചിട്ട് ഇന്ന് 52ാമത്തെ ദിവസമാണ്. യുദ്ധം അവസാനിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അത്തരം സൂചനകളൊക്കെ ലഭിക്കുമ്പോൾ അത് തകർത്ത് കളയുന്ന വിധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഈഗോ വർക്കൗട്ട് ചെയ്യുകയും അത് തകർന്നു പോവുകയുമാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതാണ്. ലോകത്തെ എണ്ണ നീക്കത്തിൻ്റെ 20% അധികം ഹോർമൂസിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ പ്രതിസന്ധിയിലാണ്. ഒരു വിധത്തിൽ ക്രൂഡ് ഓയിൽ ക്ഷാമം പരിഹരിക്കുന്നുണ്ടെങ്കിലും പ്രകൃതിവാതക ക്ഷാമം ശക്തമായി വരുന്നു. അത്തരമൊരു നിരാശയുടെ കാലഘട്ടത്തിലായിരുന്നു ഹോർമൂസ് കടലിടുക്കിലെ നിരോധനം പിൻവലിക്കാൻ ഇറാൻ തീരുമാനിച്ച വാർത്ത പുറത്തു വന്നത്. എന്നാൽ ട്രംപിൻ്റെ പിടിവാശി ആ പ്രതീക്ഷയും കെടുത്തി. ട്രംപ് പ്രഖ്യാപിച്ചിരുന്ന ബ്ലോക്കേഡ് നീക്കം ചെയ്യാത്തതുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ട് എല്ലാ എണ്ണക്കപ്പൽ ഗതാഗതവും ഇറാൻ തടയുകയായിരുന്നു. എന്നിട്ടും നേരിയൊരു ശുഭപ്രതീക്ഷ ഇന്നലെ രാത്രി ലഭിച്ചത് ചർച്ചയുടെ വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്താനുള്ള സാധ്യതകൾ ആരായുന്നുണ്ട്. ഇസ്ലാമാബാദിൽ വെച്ച് നടത്തിയ ശ്രമം വീണ്ടും തുടരാനുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നു. ഒരുപക്ഷെ അമേരിക്കയും ഇറാനും ഒരിക്കൽ കൂടി ഇരുന്നേക്കും എന്ന സൂചന ഇറാൻ നൽകി. എന്നാൽ രണ്ടുപേരുടെയും ലക്ഷ്യം വിദൂരത്താണ്. പരസ്പര ധാരണയിൽ എത്താത്തതുകൊണ്ട് ചർച്ചയുടെ തീയതിയോ ചർച്ചയുടെ സാധ്യതയോ പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ചർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് ഇറാൻ സ്ഥിരീകരിച്ചത് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചയേ ഇല്ല എന്ന നിലപാടായിരുന്നു ഇറാൻ്റേത്. മാത്രമല്ല, ചർച്ചയുടെ സാധ്യത തെളിയുന്നു എന്ന് ട്രംപും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ചർച്ചയ്ക്കുള്ള കളം ഒരുങ്ങാതിരിക്കാൻ കാരണം യുറേനിയൻ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചർച്ചയുടെ പ്രീ കണ്ടീഷനായി ഇറാൻ മുമ്പോട്ട് വെച്ച 2 നിബന്ധനകളും അമേരിക്ക അംഗീകരിച്ചു. ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ ഇസ്രായേൽ നിർബന്ധിതരായത് ഈ ചർച്ച മുമ്പോട്ട് പോവാനാണ്. എന്നാൽ ഏറ്റവും ആദ്യത്തെ ആവശ്യം ചർച്ചയില്ലാതെ തന്നെ ഇറാൻ സമ്മതിക്കേണ്ട ആവശ്യമാണ് യുറേനിയൻ സമ്പുഷ്ടീകരണം നിർത്തുക എന്നാണ് അമേരിക്കയുടെ നിലപാട്. യുദ്ധം ആരംഭിച്ചത് തന്നെ അണുവായുധമുണ്ടാക്കാനുള്ള സാധ്യത ഇറാൻ തേടുന്നു എന്ന ആശങ്കയുടെ പുറത്താണ്. അതുകൊണ്ട് തന്നെ യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണം. ഇതുവരെ സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണം എന്ന പ്രീ കണ്ടീഷനാണ് അമേരിക്ക മുമ്പോട്ട് വയ്ക്കുന്നത്. അതിനൊരു ധാരണ എത്താത്തതുകൊണ്ടാണ് ചർച്ചയെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോഴും നീണ്ടുപോകുന്നത്. ഇതിനിടയിൽ യുദ്ധത്തിൻ്റെ തിരിച്ചടിയുടെ തോത് ഓരോ രാജ്യങ്ങളുടെയും കണക്കുകളിലൂടെ പുറത്തു വരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു സത്യം, ബ്രിട്ടനെയും ജപ്പാനെയും പിന്തള്ളി ജർമ്മനിയുടെ തൊട്ടു കീഴെ 4ാം സ്ഥാനം വരെ ഉയർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ പ്രതിസന്ധിയിൽ വീണ്ടും 6ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് ഇതിലേറ്റവും ഭയപ്പെടുത്തുന്നത്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജർമ്മനിക്കും പിന്നിൽ ഇന്ത്യ സാങ്കേതികമായി 4ാം സ്ഥാനത്തെത്തി എന്ന വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോകം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്കുണ്ടായിരിക്കുന്ന അസാധാരണമായ വിലക്കുറവ് ഇന്ത്യൻ GDPയുടെ നിരക്കിൽ വലിയ കുറവ് വരുത്തുകയും സാങ്കേതികമായി ഇന്ത്യൻ GDP ജപ്പാനും ബ്രിട്ടനും കീഴെ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു എന്ന ഷോക്കിംഗ് ന്യൂസ് സാമ്പത്തിക വിദഗ്ധർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷം അതൊരു ആയുധമായി ഉപയോഗിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ എങ്ങനെയെങ്കിലും തലയൂരാൻ അമേരിക്ക തീരുമാനമെടുത്തതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്ക ഇറാൻ്റെ മേൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇറാൻ ഇത്രയേറെ പ്രതിരോധ ശേഷിയുണ്ടെന്ന്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാൻ്റെ മേൽ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഏതാണ്ട് 18,000-ഓളം ഇടങ്ങളിലാണ് ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ബോംബ് വർഷിച്ചത്. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഒട്ടും വിജയകരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാന് വലിയ നാശനഷ്ടമുണ്ടായി. ഇറാൻ്റെ സുപ്രീം ലീഡറും സൈനിക മേധാവിയും അടക്കം ഇറാനിലെ മുൻനിരയിലെ 50ഓളം നേതാക്കൾ കൊല്ലപ്പെട്ടു. പക്ഷേ എന്നിട്ടും ഇറാൻ പ്രതിരോധിച്ചു നിൽക്കുന്നത് എങ്ങനെ, ഇപ്പോഴും കീഴടങ്ങാത്തത് എങ്ങനെ എന്നതിനെക്കുറിച്ച് പലരും അത്ഭുതപ്പെടുകയാണ്. ഇതിൽ തന്നെ അമേരിക്ക പെട്ടുപോയത് GCC രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ സൂക്ഷ്മമായി നടത്തുന്ന ആക്രമണമാണ്. ഇറാനെ ആക്രമിക്കുമ്പോൾ അമേരിക്ക ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ്. ഇറാൻ്റെ ആയുധങ്ങൾ തകർക്കുക, റോക്കറ്റ് ലോഞ്ച് പാഡുകൾ തകർക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു
അമേരിക്ക യുദ്ധം ആരംഭിച്ചത്. പക്ഷേ അമേരിക്കയുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് അതീവ രഹസ്യമായി പല ലോഞ്ച് പാഡുകളും അവർക്കുണ്ടായിരുന്നുവെന്നും അവിടെ നിന്നൊക്കെ തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും വരെ ഇറാൻ തൊടുക്കുന്നു എന്നും തിരിച്ചറിഞ്ഞാണ് അമേരിക്ക പതറിപ്പോയത്. UAEയും സൗദി അറേബ്യയും കുവൈറ്റും ബഹ്റൈനും അടക്കം ഒട്ടുമിക്ക GCC രാജ്യങ്ങൾക്ക് നേരെയും നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇറാൻ അയച്ചു. എന്തിനേറെ ദൂരെയുള്ള ഇസ്രായേലിൽ തന്നെ കൃത്യമായി പല ബാലിസ്റ്റിക് മിസൈലുകളും വന്ന് പതിച്ചു. അയൺ ഡോമിനെ പോലെ അതിശക്തമായ പ്രതിരോധ സംവിധാനമുണ്ടായിട്ടും ഇസ്രായേലിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇതാണ് അമേരിക്കയും ഇസ്രായേലിനെ ഒരുപോലെ സംഭ്രമിപ്പിച്ചത്. അതിൻ്റെ കാരണം ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. ഫൈനാൻഷ്യൽ ടൈംസ് കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ടൈംസ് പറയുന്നത് അയൽ രാജ്യങ്ങളിലെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിക്കുന്ന, കൃത്യമായി ഫോട്ടോ വരെ എടുക്കുന്ന ചൈനയുടെ സ്പൈ സാറ്റലൈറ്റ് ഇറാൻ ഉപയോഗിക്കുന്നു എന്നാണ്. 2024 ചൈന വിജയകരമായി വിക്ഷേപിച്ച TEE-01B എന്ന ഒരു സ്പൈ സാറ്റലൈറ്റ് ഉണ്ട്. ഈ സ്പൈ സാറ്റലൈറ്റ് ലോകത്തുള്ള ഏത് രാജ്യത്തെയും മുഴുവൻ വിശദാംശങ്ങളും മർമ്മപ്രധാനമായ വിവരങ്ങളും ചിത്രം സഹിതം ചോർത്തിയെടുക്കുന്നതാണ്. ആ സ്പൈ സാറ്റലൈറ്റ് ചൈന ഇറാന് കൊടുത്തിട്ടുണ്ടെന്നും ആ സ്പൈ സാറ്റലൈറ്റുകൾ GCC രാജ്യങ്ങളിലെ മുഴുവൻ അമേരിക്കൻ സേനയുടെയും കൃത്യമായ വിശദാംശങ്ങൾ ഒപ്പിയെടുത്ത് കൈമാറിയെന്നും അങ്ങനെയാണ് ലക്ഷ്യം തെറ്റാതെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമിക്കാൻ കഴിഞ്ഞത് എന്നുമാണ് അമേരിക്കയുടെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ടൈംസിന്റെ വിശദമായ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അത്യുഗ്രൻ സാങ്കേതിക വിദ്യയുള്ള ഈ സ്പൈ സാറ്റലൈറ്റ് GCC രാജ്യങ്ങളിലെ മുഴുവൻ ചിത്രങ്ങളും കൃത്യമായി പകർത്തിയിരിക്കുന്നു. ആ ചിത്രങ്ങളിലൂടെ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ എവിടെയാണ്, ആ ക്യാമ്പുകളിൽ എവിടെയാണ് ആക്രമിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാണെന്നാണ്. ഈ ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും അടിസ്ഥാനത്തിലാണ് ഇറാൻ ആക്രമണം നടത്തുന്നതെന്നും അതിന് ചൈനയുടെ സഹായമുണ്ടെന്നും അമേരിക്ക തിരിച്ചറിഞ്ഞതായി ഫൈനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് വാസ്തവത്തിൽ അമേരിക്കയെ പിന്നോട്ട് വലിക്കാനുള്ള കാരണം. GCC രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുടെ മുഴുവൻ വിശദാംശങ്ങളും ഇറാന് ലഭ്യമാണെന്നും അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായ റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്നും ഇനിയും ആക്രമണം ഉണ്ടാവുമെന്നും വ്യക്തമായി. ഒരു തരത്തിലും തടയാൻ കഴിയാത്ത ഈ ആക്രമണം GCC രാജ്യങ്ങളുടെ നടുവൊടിക്കുമെന്നും ഭാവിയിൽ അത് പ്രശ്നമാകുമെന്നും തിരിച്ചറിഞ്ഞാണ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി ട്രംപ് ചർച്ചയ്ക്ക് തയ്യാറായത്. ഇതോടുകൂടിയാണ് യുദ്ധം അവസാനിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായത്. എന്നാൽ ഈ വിട്ടുവീഴ്ച സമ്പൂർണ്ണ തോൽവിയായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും അത് ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുമെന്നുമുള്ള ആശങ്കയാണ് എന്തെങ്കിലും അവകാശവാദത്തിനെങ്കിലും സ്പേസ് നൽകിക്കൊണ്ട് ഇറാൻ പറയുന്നതൊക്കെ അംഗീകരിക്കാം എന്ന തരത്തിൽ ചർച്ച നടത്താൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംഘർഷമുണ്ടായപ്പോഴും ട്രംപ് അവകാശവാദം ഉന്നയിച്ച് ക്രെഡിറ്റ് എടുക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ ഇറാൻ സമ്മതിച്ചാൽ മതി, ബാക്കിയെല്ലാം ഇറാൻ്റെ ഇഷ്ടത്തിന് വിട്ടുതരാം എന്ന തരത്തിലേക്ക് ചർച്ച നീളുന്നു എന്നുപോലും ചില റിപ്പോർട്ടുകളുണ്ട്.